شوقي فاضت شافته للأمة قد كان منى أن يلقاهم فأحبتهم من صدقه وما رأى أن يلقاهم فأحبتهم من صدقه وما رأى والصحابة يسألون ومن الإخوان الباقون هل لسنا نحن المصطفى فكان الرد ما معنا أنتم أصحابي الأبرار وهم الإخوان الأخيار بيض غر كالأطيار وجه حلو ما أندى وجه حلو ما أندى. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والحمد لله عدد ما خلق والحمد لله ملء ما خلق. സ്നേഹനിധികളായ പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ സൂറത്തു മുഹമ്മദിലെ 20-21 ആയത്തുകളെ സംബന്ധിച്ചാണ് നാം പഠിക്കാൻ പോകുന്നത്. ആദ്യമായി ഈ ആയത്തുകളുടെ പാരായണമൊന്ന് ശ്രവിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويقول الذين آمنوا لولا نزلت سورة فإذا أنزلت سورة محكمة وذكر فيها القتال رأيت الذين في قلوبهم مرض ينظرون إليك نظر المغشي عليه من الموت فأولى لهم طاعة وقول معروف فإذا عزم الأمر فلو صدقوا الله لكان خيرا لهم. ഇനി ഈ ആയത്തുകളുടെ വാക്കർത്ഥങ്ങൾ. വയഖൂലു الذين آمنوا, സത്യവിശ്വാസികൾ പറയും, ലൗല നുസ്സിലത് സൂറ, ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഫഇദാ ഉൻസിലത് സൂറ, എന്നാൽ ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടാൽ മുഹ്കമത്തുൻ, ഖണ്ഡിതമായ, വദുക്കിറ ഫീഹൽ ഖിതാൽ, യുദ്ധ നിയമങ്ങൾ അടങ്ങിയ ഒരു അധ്യായം അവതരിപ്പിക്കപ്പെട്ടാൽ, റഅയ്തല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, ഹൃദയങ്ങളിൽ രോഗമുള്ള ചിലരെ നിനക്ക് കാണാം. യൻദുറൂന ഇലൈക, അവർ നിന്നിലേക്ക് നോക്കും. നളറൽ മഗ്ശിയ്യ അലൈഹി മിനൽ മൗത്ത്, മരണം ആസന്നമായതിനാൽ ബോധരഹിതനായ ആൾ നോക്കുന്നതുപോലെ. ഫഔലാ ലഹും, എന്നാൽ അവർക്ക് ഏറ്റവും അനുയോജ്യമായത് തന്നെയാണത്. മുഴുവനായി അർത്ഥം പറഞ്ഞാൽ, സത്യവിശ്വാസികൾ പറയും, ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെടാത്തത് എന്താണ്? എന്നാൽ ഖണ്ഡിതമായ നിയമങ്ങളുള്ള ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെടുകയും അതിൽ യുദ്ധത്തെപ്പറ്റി പ്രസ്താവിക്കപ്പെടുകയും ചെയ്താൽ, ഹൃദയങ്ങളിൽ രോഗമുള്ളവർ മരണം ആസന്നമായതിനാൽ ബോധരഹിതനായ ആൾ നോക്കുന്നതുപോലെ നിന്റെ നേർക്ക് നോക്കുന്നതായി കാണാം. എന്നാൽ അവർക്ക് ഏറ്റവും അനുയോജ്യമായത് തന്നെയാണത്. ത്വാഅത്തുൻ വഖൗലുൻ മഅറൂഫ്, അനുസരണവും ഉചിതമായ വാക്കുമാണ് വേണ്ടിയിരുന്നത്. ഫഇദാ അസമൽ അംറു, എന്നാൽ കാര്യം തീർച്ചപ്പെട്ടു കഴിഞ്ഞപ്പോൾ, ഫലൗ സ്വദഖുല്ലാഹ്, അവർ അല്ലാഹുവോട് സത്യസന്ധത കാണിച്ചിരുന്നെങ്കിൽ, ലകാന ഖൈറൻ ലഹും, അതായിരുന്നു അവർക്ക് കൂടുതൽ ഉത്തമം. ഈ അധ്യായത്തിന്റെ ആമുഖത്തിൽ നാം സൂചിപ്പിച്ചതുപോലെ യുദ്ധവുമായി ബന്ധപ്പെടുന്ന ഒരുപാട് മസ്അലകൾ, വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന അധ്യായമാണ് സൂറത്ത് മുഹമ്മദ്.
ആയതിനാൽ തന്നെ സൂറത്തുൽ ഖിതാൽ എന്ന ഒരു പേരുകൂടെ ഈ അധ്യായത്തിന് ഉള്ളതായി മുമ്പ് നാം പറഞ്ഞിട്ടുണ്ട്. ശത്രുക്കളുമായി യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ച വിശ്വാസികൾ യുദ്ധത്തെ പ്രതിപാദിക്കുന്ന ആയത്ത് എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി. അതിന് ചില കാരണങ്ങളുണ്ട്. അഥവാ ശത്രുക്കളാൽ ഒരുപാട് കാലം പൊറുതുമുട്ടിയ ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ളത്. അങ്ങനെ മക്കയിൽ നിന്നും പ്രയാസങ്ങളും പീഡനങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് ഒരുപാട് കാലം കഴിച്ചുകൂട്ടിയ ആളുകൾ മദീനയിലേക്ക് ഹിജ്റ ചെയ്തു. അങ്ങനെ മദീനയിലെത്തി ഇസ്ലാമിന് കുറെയൊക്കെ സ്വീകരണം ലഭിക്കുകയും അതിന് ഒരു കെട്ടുറപ്പ് ഉണ്ടാവുകയും ചെയ്തതുകൊണ്ട് എന്തുകൊണ്ട് നമുക്കൊന്ന് തിരിച്ച് മക്കക്കാരോട്, മക്കയിലെ മുശ്രിക്കുകളോട് യുദ്ധം ചെയ്തുകൂടാ എന്ന ഒരു ചിന്ത വിശ്വാസികളുടെ മനസ്സിൽ വരികയുണ്ടായി. അതുകൊണ്ട് ആ ചിന്തയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവർ ചോദിക്കുന്നത്. ഒരു യുദ്ധവും ആ യുദ്ധത്തെ സംബന്ധിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട വല്ല വഹീകളും ലഭിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്നാൽ പ്രത്യക്ഷത്തിൽ അവരോടൊപ്പമുള്ള കപടവിശ്വാസികൾ അവർ ഈ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് വരുന്ന ആയത്തുകൾ ഉൾക്കൊള്ളുക സാധ്യമല്ലായിരുന്നു. അങ്ങനെ വല്ല വഹയും വന്നു കഴിഞ്ഞാൽ കപടവിശ്വാസികൾ അതിനോട് അസഹ്യമായി പെരുമാറും. അവർ എങ്ങനെയാണ് പെരുമാറുക, അവരുടെ നിലപാടെന്തായിരിക്കും എന്നാണ് പരിശുദ്ധ ഖുർആൻ അതിന്റെ തുടർച്ചയായി കൊണ്ട് കാണിക്കുന്നത്. അവർ നബിയെ താങ്കളിലേക്ക് നോക്കുന്നത് മരണാസന്നനായ ബോധരഹിതനായ ഒരു വ്യക്തി തുറിച്ചു നോക്കുന്നത് പോലെ ആ നിയമത്തിനെതിരെ അവർ നോക്കിക്കൊണ്ടിരിക്കും. അവർക്കത് സ്വീകരിക്കുക സാധ്യമല്ല. എന്നാൽ അവർ ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? അള്ളാഹുവിന്റെ പ്രവാചകൻ അല്ലെങ്കിൽ അള്ളാഹു നൽകുന്ന കൽപ്പനയനുസരിച്ച് ഞങ്ങളിതാ കേട്ടിരിക്കുന്നു, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണ്, ഞങ്ങളിതാ അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുകയായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത് എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ അള്ളാഹു യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ, യുദ്ധം ചെയ്യണമെന്ന ഒരു കൽപ്പന അള്ളാഹു നൽകുകയാണെങ്കിൽ ആ കൽപ്പനയോട് ഏറ്റവും നല്ല രൂപത്തിൽ പ്രതികരിക്കുകയും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ തയ്യാറാവുകയുമാണ് വേണ്ടത്. അതല്ലാതെ മറിച്ച് അതിൽ നിന്നും പിന്മാറാൻ പാടില്ല, പിന്മാറുകയല്ല ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വ്യക്തമാക്കി തരുന്നത്. ഇവിടെ കപടവിശ്വാസിയുടെ നോട്ടത്തെപ്പറ്റി അള്ളാഹു പറഞ്ഞത് കൗതുകകരമാണ്. മരണാസന്നനായ വ്യക്തി ബോധരഹിതനായി വീഴുമ്പോൾ നോക്കുന്നത് പോലെയായിരിക്കും കപടവിശ്വാസികൾ നിന്നെ നോക്കുക എന്ന് പറഞ്ഞത് ആ നോട്ടത്തിന്റെ അവസ്ഥയെ സൂചിപ്പിക്കാനാണ്. ഒരു മരണം മുൻപിൽ കാണുന്ന വ്യക്തി അവൻ മലക്കുകളെ കാണുമെന്നുള്ളതാണല്ലോ. അപ്പോൾ മലക്കുകളെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ, അവരുടെ യഥാർത്ഥ രൂപത്തിൽ കാണുമ്പോൾ തുറിച്ചു നോക്കുന്നവനായിരിക്കും. അതുപോലെ തന്നെ മലക്കുകൾ പരസ്പരം സംസാരിക്കുന്നത് ഇവൻ കാതോർത്ത് കേട്ടുകൊണ്ടിരിക്കും. അത് വളരെ മൂർച്ചയേറിയ നോട്ടത്തോടുകൂടെയായിരിക്കും അവർ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ കൃഷ്ണമണി ചലിക്കാതെ ഒന്നിലേക്ക് മാത്രം ഇമവട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുന്നവനെ പോലെയായിരിക്കും കപടവിശ്വാസി. ഇത്തരം നിയമങ്ങളെ പറ്റി പറഞ്ഞാൽ അവർ നിന്നെ നോക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി തരികയാണ്. അങ്ങനെ മുനാഫിഖ് അവൻ അള്ളാഹു പറയുന്ന ഏതൊരു കൽപ്പനയ്ക്കു മുമ്പിലും സംഭ്രമിച്ചിരിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാതെ പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്നവരായിരിക്കും. അതാണ് കപടവിശ്വാസിയുടെ സ്വഭാവം. അള്ളാഹു സുബ്ഹാനഹു വ തആല സമാനമായ ആശയം സൂറത്തു മുഹമ്മദിലെ 20-ാമത്തെ ആയത്തിന്റെ സമാനമായ ആശയം പരിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഇന്റെ 77-ാമത്തെ ആയത്തിലും പ്രസ്താവിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നത് അലം തറ ഇലല്ലദീന ഖീല ലഹും കുഫു ഐദിയകും വഅഖീമുസ് സ്വലാത വആതുസ് സകാത്ത്. യുദ്ധത്തിനു പോകാതെ നിങ്ങൾ കൈകൾ അടക്കി വെക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും ചെയ്യുമിനെന്ന് നിർദ്ദേശിക്കപ്പെട്ടിരുന്ന ഒരു കൂട്ടരെ നീ കണ്ടില്ലേ? ഫലമ്മാ കുതിബ അലൈഹിമുൽ ഖിതാലു ഇദാ ഫരീഖും മിൻഹും യഖ്ശൗന അന്നാസ കഖശിയത്തില്ലാഹി ഔ അശദ്ദ ഖശിയ. പിന്നീട് അവർക്ക് യുദ്ധം നിർബന്ധമായി നിശ്ചയിക്കപ്പെട്ടപ്പോൾ അവരിൽ ഒരു വിഭാഗം അതാ അള്ളാഹുവെ ഭയപ്പെടും പോലെയോ
അതിനേക്കാൾ ശക്തമായ നിലയിലോ ജനങ്ങളെ ഭയപ്പെടുന്നു. വഖാലു റബ്ബനാ ലിമ കതബ്ത അലൈനൽ ഖിതാല ലൗലാ അഖർതനാ ഇലാ അജലിൻ ഖരീബ്. ഞങ്ങളുടെ രക്ഷിതാവേ, നീ എന്തിനാണ് ഞങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയത്? അടുത്ത ഒരു അവധി വരെയെങ്കിലും ഞങ്ങൾക്ക് സമയം നീട്ടിത്തന്നുകൂടായിരുന്നോ എന്നാണ് അവർ പറഞ്ഞത്. ഖുൽ മതാഉദ് ദുനിയ ഖലീലുൻ വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ വലാ തുദ്ലമൂന ഫതീല. പറയുക, ഇഹലോകത്തെ സുഖാനുഭവം വളരെ തുച്ഛമായതാണ്, പരലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് കൂടുതൽ ഗുണകരം. നിങ്ങളോട് ഒരു തരിമ്പും അനീതി കാണിക്കപ്പെടുകയില്ല. അപ്പോൾ മുനാഫിഖിന്റെ അവസ്ഥ എവിടെയും ഇങ്ങനെ തന്നെയാണ്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അതിനോട് വിമുഖത കാണിക്കും. അതനുസരിക്കാനോ അത് കേട്ട് പ്രവർത്തിക്കാനോ അവർക്ക് കഴിയുകയില്ല, സാധ്യമല്ല. അവർ അതിനോട് പിന്നെ പുറംതിരിഞ്ഞുകൊണ്ട് നടക്കുന്നവനായിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ സൂറത്തുകളിലൂടെ വ്യക്തമാക്കുകയാണ്. ഇനി എന്താണ് സൂറത്തുൻ മുഹ്കമ? അള്ളാഹുവിനോട് അല്ലെങ്കിൽ പ്രവാചകനോട് വിശ്വാസികൾ ചോദിച്ചത് ലൗല ഉൻസിലത് സൂറത്തും മുഹ്കമ, അല്ലയോ പ്രവാചകരെ, എന്തുകൊണ്ടാണ് ഖണ്ഡിതമായ യുദ്ധത്തെ സൂചിപ്പിക്കുന്ന ഖണ്ഡിതമായ ഒരു അധ്യായം അവതരിപ്പിക്കപ്പെടാത്തത് എന്നാണല്ലോ. ഇനി എന്താണ് ഈ സൂറത്തുൽ മുഹ്കമ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം വ്യക്തമായി പറയുന്നതിനെയാണ് മുഹ്കമ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മാ ഉരിഫൽ മുറാദു മിൻഹു, അതിന്റെ ഉദ്ദേശം വ്യക്തമാണ്. മറ്റൊന്നിലേക്ക് ഉദ്ദേശം പോകാത്ത തരത്തിൽ ഒന്നിനെ മാത്രം ഉദ്ദേശിക്കുന്ന ആയത്തുകൾക്കാണ് ആയത്തുൻ മുഹ്കമ. അതുപോലെ തന്നെ ഒരു കാര്യത്തെ വ്യക്തമാക്കിക്കൊണ്ട് ഖണ്ഡിതമായി സൂചിപ്പിക്കുന്ന അധ്യായങ്ങൾക്കാണ് സൂറത്തുൻ മുഹ്കമ എന്ന് പറയുന്നത്. അതിന്റെ നേർ ഓപ്പോസിറ്റ് ആണ് അൽ മുത്തശാബിഹ് എന്ന് പറഞ്ഞാൽ മസ്തഅസറല്ലാഹു ബിഇൽമിഹി, അള്ളാഹുവിന് മാത്രമാണ് അതിന്റെ ആശയം വ്യക്തമായി അറിയുന്നത്. ഏതുപോലെ അലിഫ് ലാം മീം, അലിഫ് ലാം റ, കാഫ് ഹാ യാ ഐൻ സ്വാദ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ആ ഹർഫുകളുടെ അല്ലെങ്കിൽ ആ ആയത്തുകളുടെ ഉദ്ദേശം പൂർണ്ണമായും വ്യക്തമല്ല. അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് അള്ളാഹുവിന് മാത്രമാണ് അറിയുന്നത്. അതുപോലെയല്ല ആയത്തുൻ മുഹ്കമ, സൂറത്തുൻ മുഹ്കമ എന്ന് പറഞ്ഞാൽ ആയത്തുൻ മുഹ്കമയിലൂടെ മറ്റൊന്നിനെ ഉദ്ദേശിക്കപ്പെടാത്ത രൂപത്തിൽ അള്ളാഹു അതിലൂടെ വ്യക്തമായി കൊണ്ട് കാര്യം സൂചിപ്പിക്കുകയാണ്. അപ്പോൾ യുദ്ധം ചെയ്യണമെന്ന് വ്യക്തമായി പറഞ്ഞാൽ അങ്ങനെ ഒരു ആയത്ത്, അങ്ങനെ ഒരു അധ്യായം എന്തുകൊണ്ടാണ് അവതരിക്കപ്പെടാത്തത് എന്ന് വിശ്വാസികൾ നിഷ്കളങ്കമായി ചോദിച്ചു. അങ്ങനെ അവതരിപ്പിക്കപ്പെട്ടാൽ അവിശ്വാസികൾ അവർ പുറംതിരിഞ്ഞു നിൽക്കുകയും മരണമാസന്നമായി ബോധരഹിതനായ ഒരാൾ നോക്കുന്നത് പോലെയായിരിക്കും നോക്കുക. അവർക്ക് ആ നിയമം ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇനി 20-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്തിൽ പറഞ്ഞ ഔലാലഹും, അവർക്ക് ഏറ്റവും നല്ലത് എന്തായിരുന്നു? അതിന്റെ തുടർച്ചയായി വരുന്ന അടുത്ത ആയത്താണ് ഖൗലുൻ മഅറൂഫുൻ, ഖൗലുൻ ത്വാഅത്തുൻ വ ഖൗലുൻ മഅറൂഫ്, അനുസരിക്കുക, അതുപോലെ തന്നെ ഏറ്റവും ഉചിതമായ വാക്ക് പറയുക. അതാണ് ഔലാലഹും, അവർക്ക് ഏറ്റവും നല്ലത്. അപ്പൊ അതാണ് തൊട്ടു അടുത്തായി കൊണ്ടുവരുന്ന ആയത്തിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഫഔലാലഹും എന്ന് പറഞ്ഞത് എന്നും ഒരു തഫ്സീർ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരർത്ഥത്തിൽ ഫഔലാലഹും, അവർക്ക് നാശമാണ്. കാരണം അവരുടെ നിലപാട്, കപടവിശ്വാസികളുടെ നിലപാട് അത് പിന്നെ തൃപ്തികരമല്ല. അതുകൊണ്ട് അവർക്ക് നാശമുണ്ടാകട്ടെ എന്ന അർത്ഥത്തിൽ വൈൽ എന്ന പദത്തിൽ നിന്നും നിഷ്പന്നമായ ഔല, അവർക്ക് നാശമുണ്ടാകട്ടെ എന്നുമാണ് അതിന്റെ ഉദ്ദേശമെന്ന് 2 തഫ്സീർ ഈ വിഷയത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇനി അടുത്ത ആയത്ത് ത്വാഅത്തുൻ വ ഖൗലുൻ മഅറൂഫ് ഫഇദാ അസമൽ അംറു ഫലൗ സദഖുല്ലാഹ ലകാന ഖൈറൻ ലഹും. ത്വാഅത്തുൻ വ ഖൗലുൻ മഅറൂഫ്, അനുസരണവും ഉചിതമായ വാക്കുമാണ് വേണ്ടത്. ഫഇദാ അസമൽ അംറു, കാര്യം തീർച്ചപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഫലൗ സദഖുല്ലാഹ, അവർ അള്ളാഹുവോട് സത്യസന്ധത കാണിച്ചിരുന്നെങ്കിൽ ലകാന ഖൈറൻ ലഹും, അതായിരുന്നു അവർക്ക് കൂടുതൽ ഉത്തമം. ഇവിടെ നാം സൂചിപ്പിച്ചു ത്വാഅത്തുൻ വ ഖൗലുൻ മഅറൂഫ്, അവർക്ക് അഥവാ കപടവിശ്വാസികൾ അള്ളാഹുവിന്റെ നിയമങ്ങളോട് പുറംതിരിഞ്ഞ് നിൽക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത്, മറിച്ച് ആ നിയമങ്ങളെ അനുസരിക്കുകയും ഉചിതമായ വാക്ക് പറയുകയും ആണ് വേണ്ടിയിരുന്നത് എന്നുള്ളതാണ്.
എന്താണ് ഇവിടെ ത്വാഅത്തുൻ വ ഖൗലുൻ മഅറൂഫ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം? മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഒരു വിശ്വാസി അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് മുമ്പിൽ സ്വീകരിക്കേണ്ടുന്ന നിലപാടാണ്. അഥവാ സമിഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, വ അതഅന, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ നിയമങ്ങളോട് ഒരു വിശ്വാസിയുടെ പ്രതികരണമാണ് അള്ളാഹുവിന്റെ നിയമങ്ങൾ എന്തോ ആകട്ടെ അത് ഞാൻ കേട്ടിരിക്കുന്നു, ഞാൻ അനുസരിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു നിലപാടിലേക്കായിരുന്നു കപടവിശ്വാസികളും വരേണ്ടിയിരുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. ഇനി ഫഇദാ അസമൽ അംറു, ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, യുദ്ധം ചെയ്യണമെന്ന കാര്യമാണല്ലോ അള്ളാഹു ഇവിടെ തീരുമാനിച്ചത്. അപ്പോൾ ആ യുദ്ധം ചെയ്യുക എന്ന കാര്യം, അതിലേക്കാണ് അവർ കടന്നു വരേണ്ടിയിരുന്നത്. ഫലൗ സദഖുല്ലാ, അവർ അള്ളാഹുവിനെ സത്യസന്ധമായി അനുസരിക്കുമായിരുന്നെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് നബിയുടെ കൂടെ യുദ്ധത്തിലേക്ക് പുറപ്പെടുകയായിരുന്നു. ലക്കാന ഖൈറൻ ലഹും, അതായിരുന്നു അവർക്ക് ഏറ്റവും ഉത്തമമെന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, കപടവിശ്വാസികൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഉണ്ട് എന്ന് കാണിക്കുകയും എന്നാൽ കാര്യത്തോട് അടുക്കുമ്പോൾ അവർ പുറംതിരിഞ്ഞു പോവുകയുമാണ് ചെയ്തത്. വ്യത്യസ്തങ്ങളായ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ഉത്തമമായ ഉചിതമായ ഉദാഹരണം പറയുകയാണെങ്കിൽ ഉഹദ് യുദ്ധം. 1000-ഓളം വരുന്ന നബിയുടെ കൂടെയുണ്ടായിരുന്ന സ്വഹാബികൾ അവർ ഉഹദിലേക്ക് പുറപ്പെടുകയാണ്. എന്നാൽ ആ യുദ്ധത്തിലേക്ക് പുറപ്പെടുമ്പോൾ പരസ്പരം ഒരു ധാരണ പിശകുണ്ടാകുന്നു. മദീനയിൽ വെച്ചുകൊണ്ട് യുദ്ധം ചെയ്യണോ, അതല്ല മദീനക്ക് പുറത്തുപോയി യുദ്ധം ചെയ്യണമോ? എന്നാൽ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന യുവാക്കളായ സ്വഹാബിമാർ പറഞ്ഞു, ഏറ്റവും നല്ലത് മദീനക്ക് പുറത്ത് പോയി ശത്രുക്കളുമായി യുദ്ധം ചെയ്യാം എന്നായിരുന്നു. ആ അർത്ഥത്തോട് അല്ലെങ്കിൽ ആ ആശയത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യോജിക്കുകയും എന്നാൽ മുനാഫിഖ് ആ പഴുതിൽ പിടിക്കുകയും നമുക്ക് മദീനയിൽ നിന്ന് തന്നെ യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞ് നബിയുടെ തീരുമാനത്തെ വകവെക്കാതെ മദീനയിൽ യുദ്ധം ചെയ്യണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അങ്ങനെ 300-ഓളം പേർ ഉഹദിലേക്ക് പോകാതെ നബിയിൽ നിന്നും അല്ലെങ്കിൽ നബിയുടെ സംഘത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്ക് പുറപ്പെടുമ്പോൾ വെറും 700 ആളുകൾ 700 സ്വഹാബികളുമായി കൊണ്ടാണ് ഉഹദിലേക്ക് പോകുന്നത്. അപ്പൊ ഇതൊക്കെ അതിന്റെ ഒരു പരാജയത്തിന്റെ ഭാഗമായി കൊണ്ട് ചരിത്രം എണ്ണുന്നുണ്ട്. ഏതായിരുന്നാലും ഈ മുനാഫിഖിന്റെ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു അധ്യാപനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മറിച്ച് എന്തു വേണം? ഏറ്റവും നല്ല രൂപത്തിൽ നീയത്ത് ശരിയാക്കുകയും അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കുകയും അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് മുമ്പിൽ കീഴൊതുങ്ങുകയും ചെയ്യുകയാണ് വേണ്ടിയിരുന്നത്. അതല്ലാതെ ഇത്തരം കാപട്യം മനസ്സിൽ വെച്ചു പൊറുപ്പിക്കാൻ പാടില്ല. അത് വളരെ മോശമായ അവസ്ഥാവിശേഷമാണ്. അതുകൊണ്ട് നീയത്ത് നന്നാക്കുകയും റസൂലിന്റെ കൂടെ യുദ്ധം ചെയ്യുകയുമായിരുന്നു വേണ്ടിയിരുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വ്യക്തമാക്കുന്നത്. അള്ളാഹു ഇത് നമ്മളോട് പറയാനുള്ള കാരണം ഈ കപടന്മാരുടെ ഒരു സ്വഭാവവും വിശ്വാസികളുടെ കൂട്ടത്തിൽ വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു അറിവ് പകർന്നു തരാനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് മുമ്പിൽ പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു നിലപാട് വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല. വിശ്വാസികൾ അവന്റെ നിയമങ്ങളെ അംഗീകരിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരായിരിക്കണം. അത്തരത്തിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് ലഭിക്കുന്നവരിൽ നാം ഉൾപ്പെടേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ പഠിക്കാനും അറിയാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.